നിലവിലുള്ള അബ്കാരി ആക്ടിന് 125 വർഷത്തെ പഴക്കമുണ്ട്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് തയ്യാറാക്കിയതാണ് അബ്കാരി ആക്ട്. ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിലവിലുള്ള അബ്കാരി ആക്ടിനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി തന്നെ വേണ്ടത്ര പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്ന ഭാവിയിലെ ലക്ഷ്യങ്ങൾക്ക് ഈ ആക്ട് വലിയ തടസ്സമായിട്ട് മാറും. അതുകൊണ്ട് അബ്കാരി ആക്ടിൻ്റെ സമഗ്രമായിട്ടുള്ള പരിഷ്കരണം വിഷൻ 2031 മുന്നോട്ട് വയ്ക്കുന്നു. ആ നിയമപരിഷ്കരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ മദ്യവർജനം പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും. മദ്യവർജനം. പിന്നെ പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ നമ്മൾ നേരിടുക, സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക. വ്യവസായം, തൊഴിൽ. ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, കയറ്റുമതിയാണ്. ആഭ്യന്തര വിപണിയുടെ സാധ്യത മാത്രമല്ല, ഇപ്പം വിദേശ മദ്യമാണെങ്കിലും കള്ളാണെങ്കിലും രണ്ടിൻ്റെയും കയറ്റുമതി സാധ്യത കൂടി നാം ലക്ഷ്യം വെക്കണം. അപ്പോഴാണ് കൂടുതൽ വരുമാനവും തൊഴിലവസരവും ഒക്കെ സൃഷ്ടിക്കാനാവുക. കാർഷിക ആശ്രിത മേഖലകളെ പുരോഗതിയിലെത്തിക്കാൻ ഇതിനെ ഉപയോഗപ്പെടുത്തുക. ഇനി ബിവറേജസ് കോർപ്പറേഷൻ്റെ സംബന്ധിച്ചാണ്. ബിവറേജസ് കോർപ്പറേഷൻ കേരളത്തിൽ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിവറേജസ് കോർപ്പറേഷൻ്റെ ലക്ഷ്യം വരുമാനം വർദ്ധിപ്പിക്കുക, ആധുനികവൽക്കരണം, ഉപഭോക്തൃക്ഷേമം, ടൂറിസം വികസനം ഇവയാണ്. ഇവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 2031 ഒരു വിഷൻ ബിവറേജസ് കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള നയപരമായ പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ, സുതാര്യത എന്നിവയ്ക്കൊക്കെ ഊന്നൽ നൽകുന്നതാണ് വിഷൻ 2031. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ വളരെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ ബിവറേജസ് കോർപ്പറേഷനെ സംബന്ധിച്ച് സ്ട്രാറ്റജിക് പില്ലേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കൺസ്യൂമർ ആൻഡ് ടൂറിസം സെൻട്രിക് അപ്രോച്ചാണ്. ഉപഭോക്താവിനെയും ടൂറിസം മേഖലയെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പുതിയ സമീപനത്തിലേക്ക് മാറണം എന്നതാണ്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ എക്സ്പാൻഷൻ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ 3000-ലധികമാണ് ഔട്ട്ലെറ്റുകൾ കർണാടകയിൽ, 3000, മോർ ദാൻ 3000. 5000-ലധികമാണ് തമിഴ്നാട്ടിൽ. കേരളത്തിൽ 309. ഇതാണ് അന്തരം. അതുകൊണ്ട് ഔട്ട്ലെറ്റുകളുടെ എണ്ണം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കേണ്ടി വരും. ബീച്ച് ഷാക്കുകൾ, ഹൗസ് ബോട്ടുകൾ, ടൂറിസം മേഖലകളിൽ എന്നിവിടങ്ങളിൽ മദ്യം ലഭ്യമാക്കുക എന്നത് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമാണ്. ഡ്രാഫ്റ്റ് ബിയർ, വിദേശമദ്യം, വൈൻ, ബിയർ, പരമ്പരാഗത പാനീയങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന പബ്ബുകൾ നമുക്ക് ഇനി കേരളത്തിൽ മാത്രമായിട്ടത് തടഞ്ഞു നിർത്തുക എന്നത് പ്രായോഗികമായിരിക്കില്ല.